जयो राधवा जयो कुंज बिहारी जय भूमि जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय भूमि जनवल्लभा जय गिरिवरधारी जय गिरिवरधारी. അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. അവിടെ സർവമാണ് അത് കേട്ടിയാന്ന് പറയുന്നത്. വണ്ടി ജയോ വ്രജ ജനരഞ്ജന ജയോ യശോദാനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യമുന തീരവനചാരി ജയോ കുഞ്ച ബിഹാരി जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय जगन्नाथ जय जगन्नाथ बालादेवा जय सुभद्रा जय कृष्ण बालाराम जय कृष्ण बालाराम जय कृष्ण बालाराम जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय प्रभुपाद 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 जय जय प्रभुपाद गुरुदेव 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 हरिनाम संकीर्तन महायज्ञ की हरे कृष्ण महामंत्र युग धर्म की श्रीला प्रभुपाद की श्रील गुरुदेव की श्री श्री श्रीमद् भागवतम भगवद गीता पठन की जय. हरे कृष्ण. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ള അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ 2 പാരഗ്രാഫാണ് വായിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: നൈമിഷേ നിമിഷേ ക്ഷേത്രേ ഋഷായാ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമാസത. അതിന്റെ അർത്ഥം ഇതാണ്: ഒരിക്കൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹത് യജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. ഇതാണ് വാർത്ത. ഇതിന്റെ ഭാവാർത്ഥത്തിൽ ആദ്യത്തെ 2 പാരഗ്രാഫ് നമ്മുടെ പരമാനന്ദ കൃഷ്ണദാസ് പ്രഭു നന്നായി ക്ലാസ് എടുത്തു. ഇനിയിപ്പോ അവസാനത്തെ 3 പാരഗ്രാഫ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അത് ഞാൻ വായിക്കാം, ഭക്തജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന കർമ്മം നിർവഹിക്കാൻ സദാ ജിജ്ഞാസുക്കളാണ് മഹാഋഷിമാർ. ആകയാൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ഋഷിമാർ സുദീർഘമായ മഹായജ്ഞ നിർവഹണത്തിനായി നൈമിഷാരണ്യത്തിലെ പവിത്ര സ്ഥാനത്ത് സമ്മേളിച്ചു. മറവിശീലരായ ജനങ്ങൾക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഉചിത മാർഗം എന്തെന്ന് അറിവില്ല.
ആകയാൽ ഇവയെക്കുറിച്ച് ശരിക്കും ഗ്രാഹ്യമുള്ള ഋഷിമാർ സർവജനങ്ങളുടെയും ക്ഷേമാർത്ഥം ലോക സമാധാനം കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ കർമ്മ അനുഷ്ഠാനങ്ങൾക്ക് സദാ ഉത്സുകരായിരിക്കുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും വിശ്വസ്ത മിത്രങ്ങളായ അവർ കഠോരമായ സ്വക്ലേശങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് സ്വജീവൻ അപായപ്പെടുത്തിക്കൊണ്ട് സർവമാന ജനങ്ങളുടെയും നന്മയ്ക്കായി ഭഗവത് സേവനത്തിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. മഹാവിഷ്ണു ഭഗവാനെ മഹാവൃക്ഷത്തോടെ ഉപമിച്ചാൽ ദേവന്മാർ, മനുഷ്യർ, സിദ്ധർ, ചാരണർ, വിദ്യാധരന്മാർ, മറ്റു ജീവജാലങ്ങൾ ഉൾപ്പെടെ സർവരും ആ വൃക്ഷത്തിന്റെ ശാഖകളും ഉപശാഖകളും ഇലകളും ആകുന്നു. ആ വടവൃക്ഷ ചുവട്ടിൽ ജലം പകരുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ സർവഭാഗങ്ങളും താനെ പുഷ്ടിപ്പെടുന്നു. എന്നാൽ ആ മഹാവൃക്ഷത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ശാഖകളും ഇലകളും മാത്രം പുഷ്ടിപ്പെടുന്നില്ല. വേർപെട്ട ശാഖകളും ഇലകളും ജലം പകർന്നാലും ക്രമേണ നശിക്കുന്നു. അതേ പ്രകാരം പരമദിവ്യത്വം പുരുഷനിൽ നിന്നും വേർപെട്ട മാനവ സമൂഹം വേർപെട്ട ശാഖകളെയും ഇലകളെയും പോലെ ജലം പകരുന്നതിന് യോഗ്യമല്ലാതായി തീരുന്നു. മാത്രമല്ല, ജലം പകർന്ന് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരാളുടെ ശ്രമം സമയവും ഊർജവും പാഴാക്കാൻ മാത്രമായി തീരുന്നു. പരമപുരുഷനായ ഭഗവത് സമ്പർക്കത്തിൽ നിന്നും വേറിട്ടാണ് ആധുനിക ഭൗതിക സമൂഹം സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, നാസ്തിക നേതാക്കന്മാരാൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന പദ്ധതികളുടെ ഓരോ ചുവടും സംഭ്രമിപ്പിക്കുന്നവയാണ്. എന്നിരുന്നാലും അവർ ജാഗരൂകരാകുന്നില്ല. ഈ യുഗത്തിൽ ജാഗ്രത അവസ്ഥയിലാകുന്നതിനുള്ള ഏക മാർഗം ദിവ്യമായ ഭഗവത് നാമ സങ്കീർത്തനമാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതിനായുള്ള ഉചിത ഉപായങ്ങളും സമ്പ്രദായങ്ങളും അത്യന്തം ശാസ്ത്രീയമായ രീതിയിൽ ചൈതന്യ മഹാപ്രഭുവാൽ അവതരിക്കപ്പെട്ടു എന്നു മാത്രമല്ല, യഥാർത്ഥ സമാധാനവും ക്ഷേമവും പ്രാപ്തമാക്കാൻ ബുദ്ധിമാന്മാർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം. ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നതും അതേ ഉദ്ദേശത്തോടെയാണ്. അവയൊക്കെ സവിസ്തരം സുവ്യക്തമായി വരും അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരിദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ബോധലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ മറ്റൊരു മനോഹരമായ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ശ്ലോകത്തിൽ ശ്ലോകത്തിന്റെ കറക്റ്റ് അർത്ഥം എങ്ങനെ എന്ന് ചോദിച്ചാൽ,
ഒരിക്കൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹത് യജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. അപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് നൈമിഷാരണ്യം. നൈമിഷാരണ്യം ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ സ്ഥലമാണ്. അവിടെ ഋഷിവര്യന്മാര് ഒരുമിച്ച് കൂടിയിരിക്കുക. എന്തിനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അവർ ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം, 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹത് യജ്ഞം നിർവഹിക്കാനാണ് കൂടിയിരിക്കുന്നത്. എന്ത് യജ്ഞമാണ്? ഈ സംഭവം നടക്കുന്നത് ദ്വാപാര യുഗത്തിലാണ്. ഈ ദ്വാപാര യുഗത്തില് 1000 വർഷം എന്ന് അവർ സമയം എന്തുകൊണ്ട് ഫിക്സ് ചെയ്തു? 1000 വർഷം എന്നുള്ളതിന് പകരം 100 വർഷമെന്നോ അല്ലെങ്കിൽ 500 വർഷമെന്നോ ഒക്കെ അവർക്ക് വേണമെങ്കിൽ ടൈം ഫിക്സ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് 1000 വർഷം ഫിക്സ് ചെയ്തു? 1000 വർഷത്തെ ഒരു യജ്ഞം എന്തിനു വേണ്ടി? ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി. അതാണ് 1000 വർഷം എന്ന് അവര് സമയം സെലക്ട് ചെയ്യാൻ വ്യക്തമായ കാരണമുണ്ട്. അതെന്തെന്ന് വെച്ചാല്, സത്യയുഗത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 വർഷം. ത്രേതായുഗം ആയപ്പോഴത്തേക്കും മനുഷ്യന്റെ ആയുസ് ചുരുങ്ങി. അത് 10,000 വർഷമായി ചുരുക്കപ്പെട്ടു. ദ്വാപാര യുഗത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 1000 വർഷമായി ചുരുങ്ങുകയും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കലിയുഗത്തിൽ ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് 100 വർഷമായി ചിട്ടപ്പെടുത്തിയിരിക്കും. അപ്പോ നൈമിഷാരണത്തിൽ ഈ ഭാഗവത യജ്ഞം നടക്കുന്ന സമയം എന്ന് പറയുന്നത് സത്യയുഗം അല്ല, ത്രേതായുഗം അല്ല, കലിയുഗം അല്ല, അത് ദ്വാപാര യുഗമായിരുന്നു. ആ ദ്വാപാര യുഗത്തിന്റെ സമയത്ത് ഒരു പുരുഷ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം 1000 വർഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമയവും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദ്വാപാര യുഗത്തിൽ ഒരു മനുഷ്യൻ മാക്സിമം ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 1000 വർഷമാണെങ്കിൽ ആ 1000 വർഷവും അവരെന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു? ഭഗവാന്റെയും ഭക്തന്റെയും പ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ ഭഗവാന്റെയും ഭക്തരുടെ പ്രീതിക്കായി എത്ര സമയം മാറ്റിവെക്കണം എന്നതാണ് ചോദ്യം. എത്ര വർഷം മാറ്റിവെക്കണം? ഇത് ഓഡിയൻസിന് പറയാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? 100 വർഷം. അതാ, താങ്ക് യു. ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ, നന്ദി മാജി. അപ്പൊ 100 വർഷവും നമ്മള് ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി മാറ്റിവെക്കണം. കാരണം നമ്മുടെ പൂർവ്വ ആചാര്യന്മാര് അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സമയം പോലും നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനില്ല. മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് തന്നെ ഭഗവാന്റെയും ഭക്തന്മാരുടെ പ്രീതിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു അജണ്ട ഇല്ല. അത് തന്നെയാണ് നമ്മുടെ പൂർവ്വാചാര്യന്മാർ ശ്രീമദ് ഭാഗവത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. 1000 വർഷത്തേക്കുള്ള ഒരു യജ്ഞം നിർവഹിക്കാൻ അവർ തീരുമാനിച്ചു. ആ യജ്ഞത്തിന്റെ ഉദ്ദേശം ഭഗവാന്റെ ഭക്തരെ പ്രീതിക്കായാണ്. അങ്ങനെയാണെങ്കിൽ 100 വർഷം മാത്രം ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒട്ടും സമയമില്ല. 100 വർഷവും ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി ഭക്തരുടെയും പ്രീതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര വയസ്സായി, നമ്മളുടെ ഇത്രയും വർഷത്തെ ജീവിതം അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തതായിരുന്നു അല്ല എന്നുള്ളത് ഡാം ഷുവർ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോ ശ്രീ രാധാ നീലമാ സത്സംഗം ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ അണ്ടറിൽ വളരെ മനോഹരമായ ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് തന്നെയാണ് ആ യജ്ഞം. ഈ ശ്ലോകത്തിന്റെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നു, പർപ്പട്ടില്
ചൈതന്യ മഹാപ്രഭുവാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യമായ ഭഗവത് നാമ സങ്കീർത്തനമാണ് ഈ കലിയുഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നതും അതേ ഉദ്ദേശത്തോടെയാണ്. അപ്പോ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഭഗവത് ഹരിയുടെ ദിവ്യമായ ഭഗവത് നാമ സങ്കീർത്തനം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുകയും ശ്രീമദ് ഭാഗവതം വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയുമാണ് കലിയുഗത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ യജ്ഞം, ഏറ്റവും വലിയ മനുഷ്യ ക്ഷേമ പ്രവൃത്തി, ഏറ്റവും വലിയ ഭഗവത് സേവനം, ഏറ്റവും വലിയ വിഷ്ണുപ്രീതിക്കായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മം, അതേപോലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മം. അത് ഭഗവാന്റെ കൃപയാൽ ശ്രീ രാധാനീലമാ സത്സംഗം ശ്രീമദ് ഭാഗവതം 1-ാമത്തെ കാൻഡോ 1-ാം അധ്യായം 1-ാം ശ്ലോകം മുതൽ ഫുൾ ഭാഗവതം 12 കാൻഡോയും നമ്മൾ ഇവിടെ ഓരോ ദിവസവും നമ്മൾ 8 മണി മുതൽ 9 മണി വരെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഭക്തന്മാരെ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു യജ്ഞം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകമുണ്ട്. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കണക്ക് നോക്കി 49 വർഷവും 49.3 സംതിങ് ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകം തീർക്കാൻ 49 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ച സമയം മാറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ ഇനി ഒരു 49 വർഷം നമുക്ക് ജീവിച്ചിരിക്കാൻ ഈ ശരീരത്തിൽ ഭഗവാൻ അവസരം തരുമോ? അതൊരു ക്വസ്റ്റ്യനാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഉള്ള കാലത്തോളം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും ചെയ്യാം ശ്രീമദ് ഭാഗവത യജ്ഞം. നിത്യം ഭാഗവത സേവ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഹരേ കൃഷ്ണ. ഇനി നൈമിഷാരണ്യം എന്നുള്ള ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? നൈമിഷാരണ്യം എന്നുള്ള സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നൈമിഷാരണ്യത്തിനെ കുറിച്ച് മഹാഭാരതം വനപർവത്തിൽ 95-ാം അധ്യായം 1-ാം ശ്ലോകത്തിലും 87-ാം അധ്യായം 6-ാം ശ്ലോകത്തിലും 84-ാം അധ്യായം 59-ാം ശ്ലോകത്തിലും 219-ാം അധ്യായം 6-ാം ശ്ലോകത്തിലും 199-ാം അധ്യായം 1-ാം ശ്ലോകത്തിലും നൈമിഷാരണ്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് 199-ാം അധ്യായം മഹാഭാരതം ആദിപർവം. ഇവിടങ്ങളിലൊക്കെ നൈമിഷാരണ്യത്തിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് പറയും. ഈ സ്ഥലം ശരിക്കും പൗരാണികമായി തന്നെ വളരെ പ്രസിദ്ധമാണ്. ഇതൊരു പൂർണ്ണമായ ഒരു ആണെന്നാണ് ഇതിനെ പണ്ട് മുതലേ പരിഗണിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ആധുനിക നാമം എന്ന് പറയുന്നത് നിമാസാർ എന്നാണ്. ഈ സ്ഥലം ശരിക്കും ഉത്തര ഭാരതത്തിൽ സീതാപൂർ എന്നുള്ള ജില്ലയിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇവിടെ ഹിസ് ഗ്രേസ് നട്വർ കൃഷ്ണദാസ് പ്രഭുവും കുറച്ച് ഭക്തജനങ്ങളും ഈ സ്ഥലം കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ അവർ ആ ഏരിയയിലാണ്. അപ്പോ ഇതെല്ലാം വെറും ഒരു കഥയല്ല. ഇതിപ്പോഴും നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇത് പണ്ട് നടന്ന സംഭവമാണ് നമ്മൾ ഇവിടെയും ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഉണ്ട് ഈ വിഷയത്തിനെ കുറിച്ച്. അപ്പോ ദേവന്മാരടക്കം ഈ നൈമിഷാരണ്യത്തില് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് മഹാഭാരതം 199-ാം അധ്യായം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അർജുനൻ ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വന്ന് ഉൽപ്പലിനി എന്നുള്ള നദി ദർശിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. എന്ന് അങ്ങനെ ഒരു നദിയും പണ്ടൊരു കാലത്തുണ്ടായിരുന്നു. ശ്രീമദ് മഹാഭാരത ആദിപർവത്തിൽ 219-ാം അധ്യായം 6-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നൈമിഷാരണ്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് മഹാഭാരതം വനപർവത്തിൽ 84-ാം അധ്യായം 59-ാം ശ്ലോകത്തിൽ പറയുന്നത് നൈമിഷാരണ്യത്തിൽ ചെല്ലുന്ന ഭക്തജനങ്ങളുടെ ഭക്തനാവണമെന്ന് പോലും ഇല്ല. ജനങ്ങളുടെ പകുതി പാപം പോയ ഉടൻ തന്നെ ഇല്ലാതാവും. മടങ്ങി വരുമ്പോ ബാക്കിയുള്ള പാപവും ഇല്ലാതാവും. ഈ സ്ഥലത്ത് സ്നാനം ചെയ്ത് 1 മാസം വസിക്കുന്നവർക്ക് ഗോമേധ യജ്ഞം എന്നുള്ള യജ്ഞത്തിന്റെ ഫലം സിദ്ധിക്കും. ഇവിടെ ഉപവാസം കൊണ്ട് നമ്മൾ പ്രാണത്യാഗം ചെയ്യുകയാണെങ്കിൽ സർവ പുണ്യലോകങ്ങളിലേക്കും പോകാനുള്ള ബ്ലെസ്സിങ്സ് കിട്ടും എന്നാണ് പറയുന്നത്. അതേപോലെ ഈ സ്ഥലത്ത് ഗോമതി നദി
എന്നുള്ളൊരു നദി ഒരു കാലത്ത് ഒഴുകിയിരുന്നു. ദേവന്മാരുടെ യജ്ഞഭൂമിയും സൂര്യന്റെ യജ്ഞപാത്രവും സ്ഥിതി ചെയ്യുന്നത് നൈമിഷാരണ്യം എന്നുള്ള ഈ സ്ഥലത്താണ് എന്ന് മഹാഭാരതം വാനപർവം 87 അധ്യായം 66 ശ്ലോകത്തിൽ പറയും. അതേപോലെ തന്നെ ധർമ്മപുത്രർ ഒരിക്കൽ സഹോദരന്മാർ പഞ്ചപാണ്ഡവരോട് കൂടി ഈ സ്ഥലത്ത് വന്ന് സ്നാനം ചെയ്തിട്ടുണ്ടെന്ന്, ഗോദാനം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹാഭാരതം വാനപർവത്തിൽ 95 അധ്യായം 1 പദ്യത്തിൽ പറയും. ഇനി ഈ ക്ഷേത്രത്തിന് അടുത്ത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് അതിനായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരു ക്ഷേത്രത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന പുണ്യസ്ഥലത്തിന് നൈമിഷാരണ്യം എന്ന് പറയുന്നുണ്ട്. ഈ ഈ പുണ്യസ്ഥലത്തിന് ഋഷികളാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ നൈമിഷ കുഞ്ചം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ സ്നാനം ചെയ്യുന്നവർക്ക് അഗ്നിഷോഡോ യജ്ഞത്തിന്റെ ഫലം കിട്ടുമെന്ന് മഹാഭാരതം വനപർവം 83 അധ്യായം 109 പദ്യത്തിൽ പറയും. അതേപോലെ തന്നെ നൈമിഷേയം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഈ പുണ്യസ്ഥലം പടിഞ്ഞാറോട്ട് ഒഴുകിയ സരസ്വതി നദി നൈമിഷാരണ്യത്തിലെ മുനിവരെ ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ വച്ചിട്ട് തിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞൊഴുകി എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചും മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. ഉദാഹരണത്തിന് ശൗനക ഋഷി നടത്തിയ ഈ യാഗം അവസാനിച്ചതിന് ശേഷം നാനാദിക്കിൽ നിന്നും ആ യാഗത്തിൽ സംബന്ധിക്കാൻ ഋഷിവര്യന്മാർ ഈ സരസ്വതി നദീതടത്തിൽ ആശ്രമം കെട്ടി പാർത്തിരുന്നു. പക്ഷെ പലർക്കും അവിടെ സ്ഥലം കിട്ടാത്തത് കൊണ്ട് അവർ അല്പം കിഴക്കോട്ട് നടന്നു അവിടെ സൗകര്യങ്ങൾ കൊടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സരസ്വതി നദിക്ക് വിഷമമുള്ളത് കൊണ്ട് സരസ്വതി നദി എന്ത് ചെയ്തു? ആ ഋഷിവര്യന്മാർ പോയ സ്ഥലത്തേക്ക് തിരിഞ്ഞൊഴുകി. അങ്ങനെ സരസ്വതി നദി കിഴക്കോട്ട് ഋഷിവര്യന്മാര് പോയ സ്ഥലത്തേക്ക് തിരിച്ചു ഒഴുകുകയും ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര വൈദിക്ക് ജയ് അങ്ങനെ തിരിച്ചു ഒഴുകി അവിടെ താമസിക്കാൻ പോയ ഋഷിവര്യന്മാർക്കെല്ലാം മഹർഷിമാർക്കെല്ലാം ആശ്രമം കെട്ടി താമസിക്കാൻ വേണ്ടി സരസ്വതി ദേവിയുടെ തീരപ്രദേശം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് മഹാഭാരതം ശല്യപർവത്തിൽ 37 അധ്യായത്തിൽ പറയും. അങ്ങനെ നൈമിഷാരണ്യത്തിനെ കുറിച്ച് ഒരുപാട് മഹനീയത നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാൻ കഴിയും. ആ നൈമിഷാരണ്യത്തിൽ വച്ചാണ് ശൗനക ഋഷിവര്യന്മാരോട് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവത 2ാമത്തെ പ്രാവശ്യം ഉപദേശിച്ചു. അപ്പൊ 1ാമത്തെ പ്രാവശ്യം ആരോട് ഉപദേശിച്ചു? ആദ്യത്തെ പ്രാവശ്യം പരീക്ഷിത്ത് മഹാരാജാവിന് വ്യാസദേവ പുത്രനായ ശുഗഗോസ്വാമി ഉപദേശിച്ചു. അത് എവിടെയാണ് സ്ഥലം? അതും ഭാരതത്തിൽ ഇപ്പോഴുമുണ്ട് ആ സ്ഥലം. അത് ഡൽഹിയിൽ നിന്നും ഋഷികേശിലേക്ക് പോകുന്ന വഴിയില് സുഖകൃതം അങ്ങനെ കുഞ്ച അങ്ങനെ എന്തോ ഒരു പേരുള്ള സ്ഥലം ഇപ്പോഴും നിലവിലുണ്ട്. ആ സ്ഥലത്ത് വെച്ചാണ് സുഖദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം ആദ്യമായി ഉപദേശിച്ചത്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാല് ഭഗവാന്റെയും ഭക്തന്മാരുടെയും പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഒരു സ്ഥലത്തിന് മറ്റുള്ള സ്ഥലത്തിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ? ഒരുപാട് കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ മഹനീയതയുണ്ട്. വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ അല്ല ഒരിക്കലും ഒരു ക്ഷേത്രത്തിലുള്ള അറ്റ്മോസ്ഫിയർ. ശരിയല്ലേ? വ്യത്യാസമില്ല. ക്ഷേത്രത്തിലും വീട്ടിലുമുള്ള അറ്റ്മോസ്ഫിയർ അല്ല ഒരു ചന്തയിലുള്ള അറ്റ്മോസ്ഫിയർ. അതുപോലെ അല്ല ഷോപ്പിംഗ് മാളിൽ ഉള്ള അറ്റ്മോസ്ഫിയർ. അതേപോലെ അല്ല ഏതെങ്കിലും ഒരു സെമിനാർ ഹാളിലുള്ള അറ്റ്മോസ്ഫിയർ. അതുപോലെ അല്ല പാർലമെന്റിലുള്ള അറ്റ്മോസ്ഫിയർ. അങ്ങനെ വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. ആ അറ്റ്മോസ്ഫിയർ നമ്മൾ അവിടെ എത്തിച്ചേർന്നാൽ നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും, നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കും, നമ്മുടെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കും, ഉറപ്പായിട്ട് സ്വാധീനിക്കും. അതുപോലത്തെ അറ്റ്മോസ്ഫിയർ അല്ല ബാറിലുള്ള അറ്റ്മോസ്ഫിയർ. അതുപോലെ അല്ല നിശാ ക്ലബിലുള്ള അറ്റ്മോസ്ഫിയർ. അപ്പൊ എവിടെ നമ്മൾ പോയാലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് നമ്മുടെ സ്വഭാവവും ബുദ്ധിയും ചിന്തയും ഒക്കെ മാറും, മനോനിലയും മാറും. അതുകൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. ഇവിടെ ആദ്യത്തെ 3-4 പാരഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കി നൈമിഷാരണ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ ഒരു ബൃഹത് ചക്രം
ഈ ഭൂമിയുടെ അച്ചുതണ്ട് എന്നുള്ളത് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു ചോദിച്ചാൽ നൈമിഷാരണ്യത്തിലാണ് നമ്മൾ. അവിടെ പോയി എന്തെങ്കിലും യജ്ഞങ്ങൾ ചെയ്താൽ, ആദ്യത്തെ ഈ ഭാവാർത്ഥത്തിൽ 1-2 പാരഗ്രാഫ് ഇത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. ആ നൈമിഷാരണ്യത്തിൽ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താല് അവിടെ കലിയുടെ സ്വാധീനം ഉണ്ടാവില്ല എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചിട്ടുണ്ട് നൈമിഷാരണ്യത്തിനെ കുറിച്ച്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ അച്യുതണ്ട്, ഈ പ്രപഞ്ചത്തിൽ അച്യുതണ്ട് നൈമിഷാരണ്യത്തിലാണെന്ന് പറയുന്നത് എവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ വായാവീയ തന്ത്രത്തിലാണ് പറയുന്നത്. അതൊരു ശാസ്ത്രമാണ്. അതേപോലെ വരാഹ പുരാണത്തിൽ പറയുന്നുണ്ട് നൈമിഷാരണ്യത്തിൽ നടത്തുന്ന യജ്ഞത്തിൽ പ്രത്യേകത എന്തെന്ന് വെച്ചാല് അവിടെ ആസുരികമായ സ്വാധീനം പകുതിയായിട്ട് കുറയും എന്നാണ് പറയുന്നത്. ആസുരിക സ്വാധീനം പകുതിയായി കുറയും. അപ്പൊ അസുരന്മാർക്ക്, രാക്ഷസന്മാരുടെ ശക്തി ഇവിടെ വരുമ്പോൾ ദുർബലപ്പെടും. അതുകൊണ്ട് ഇവരുടെ ശക്തിക്ഷയം സംഭവിച്ചത് കൊണ്ട് ഋഷിവര്യന്മാർക്ക് നല്ല രീതിയിൽ യജ്ഞത്തിന് തടസ്സങ്ങളില്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നൈമിഷാരണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ഈ പർപ്പട്ടിൽ തന്നെ പറയും. അപ്പോ ഈ ലോകത്തില് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഉണ്ടായ സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളെക്കാളും ഉപരിയുള്ള സ്ഥലത്തിന്റെ പേരാണ് മഹാക്ഷേത്രങ്ങൾ. മഹാക്ഷേത്രത്തിനേക്കാളും കുറച്ചുകൂടി പവിത്രത കൂടിയ സ്ഥലമാണ് ദിവ്യക്ഷേത്രങ്ങൾ. ദിവ്യക്ഷേത്രങ്ങളെക്കാളും മഹനീയമായ സ്ഥലം എന്ന് പറയുന്നത് ധാമങ്ങളാണ്. അപ്പൊ ഈ ധാമം ഭഗവാൻ സ്വയം, അത് ആരും ഉണ്ടാക്കിയതല്ല, സ്വയമേ അത് ഭഗവാന്റെ അവതാരം കൊണ്ട് അത് അതിശ്രേഷ്ഠമായി മാറിയതാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് പറയുന്നത് ധാമമാണ്. ഈ ക്ഷേത്രം, ധാമം, ഇവിടങ്ങളിലുള്ള ചുറ്റുവട്ടമുള്ള 30 കിലോമീറ്റർ അളവും അതിന്റെ പ്രഭാവം ഉണ്ടാകും. ദിവ്യക്ഷേത്രം എന്ന് പറഞ്ഞാല് നമ്മുടെ ആചാര്യന്മാർ, അതായത് ആൾവാർമാർ ദർശനം ചെയ്ത് പ്രകീർത്തിച്ച് പാടിയ ക്ഷേത്രങ്ങളാണ് ദിവ്യക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 108 ദിവ്യക്ഷേത്രത്തിൽ 2 സ്ഥലം ഒഴിച്ച് ബാക്കിയെല്ലാം ഭൂമിയിലാണ്. അതിൽ 1 ഒഴിച്ച് ബാക്കിയെല്ലാം ഭാരതത്തിലാണ്. അതില് 84ഓളം 84ഓളം എണ്ണം സൗത്ത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ മാത്രം 13 ഉണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരത്തിലെ അനന്ത പത്മനാഭസ്വാമി. ഏറ്റവും ദിവ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും 4 ഉണ്ട്. അതിൽ 1 തിരുപ്പതി, 1 പത്മനാഭസ്വാമി, 1 രംഗനാഥസ്വാമി, മറ്റൊന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ദിവ്യമായ ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിന്റെ അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 1000 ഇരട്ടി ഫലം കിട്ടുന്നതാണ് പറയുന്നത്. ഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം ശ്രീ അനന്ത പത്മനാഭ സ്വാമിയുടെ 30 കിലോമീറ്റർ ചുറ്റുമുള്ള അളവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 5 കിലോമീറ്ററിനകത്ത് നമ്മുടെ ശ്രീ രാധാ നീലമാത സത്സംഗം ഉണ്ട് കരമനയിൽ. അപ്പൊ നമ്മളെല്ലാം ആ അർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരും ഇൻഡയറക്ട്ലി നമ്മളൊരു ധാംവാസികളുമാണ് ഭഗവാന്റെ കൃപയാണ്. ക്ഷേത്രം, മഹാക്ഷേത്രം എന്നിങ്ങനെ മറ്റു 2 ദിവ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ എന്താണെന്ന് ഇനിയൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി ഈ ദിവ്യമായ ധാമങ്ങളിൽ വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും സംസാരിക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഫലം ഒരുപാട് കൂടുതലാണ്. പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു ദിവ്യധാമം, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഷഡ്ഗോസ്വാമിമാരെയാണ് വൃന്ദാവനത്തിൽ കാലത്തിന്റെ സ്വാധീനം കൊണ്ടും കലിയുടെ സ്വാധീനം കൊണ്ടും മൺമറഞ്ഞിരുന്ന സ്ഥലങ്ങളെല്ലാം റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സർവീസ് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി അടക്കമുള്ള ഷഡ്ഗോസ്വാമിമാർക്ക് ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സാധാരണ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്, ഒന്നുകിൽ നമ്മളൊരു മാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്തിരുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഒരു വലിയ മരം വയ്ക്കും. മരം വയ്ക്കുമ്പോൾ നമ്മൾ മരിച്ചാൽ ആ മരം വർഷങ്ങളോളം, മനുഷ്യരുടെ ആയുസ്സിന് എത്രയോ ഇരട്ടി പ്രായമുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങൾ വെച്ചാണ് ഓരോ സ്ഥലത്തിനെയും വേർതിരിക്കുന്നത്, മാർക്ക് ചെയ്യുന്നത്. അതേപോലെ അന്നത്തെ രാജാക്കന്മാർ ചെയ്തിരുന്ന മറ്റൊരു കാര്യം, ഒരു കുളം കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദിവ്യമായ കുളം ഉള്ള സ്ഥലത്ത് എത്രയോ കാലങ്ങളോളം, നമ്മൾ മരിച്ചാലും എത്രയോ തലമുറകളോളം ആ കുളം അവിടെ ഉണ്ടാവും. അപ്പൊ ആ സ്ഥലത്തിനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ രാധാ മേഡം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ ദിവ്യമായ ഈ ഒരുപാട് ദിവ്യ സ്ഥലങ്ങൾ ഭഗവാന്റെ പാദസ്പർശനം കൊണ്ടും ഭക്തന്മാരുടെ പാദസ്പർശനം കൊണ്ടും
പ്രകീർത്തിക്കപ്പെടേണ്ട ഒരുപാട് ദിവ്യ ക്ഷേത്രങ്ങളാൽ അലങ്കൃതമായാണ് ഈ ഭാരതഭൂമി. അങ്ങനെയുള്ള ഭാരതഭൂമിയിൽ ജനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ലോകം മുഴുവനും ഭഗവാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചാൽ ഗുണങ്ങൾ ഉള്ളതുപോലെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ ഈ ഋഷിവര്യന്മാർ ചെയ്ത പണി നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ഋഷിവര്യന്മാര് ഈ ശ്ലോകത്തിൽ പറയുന്നത് ചെയ്തിട്ടുള്ളതെന്ന്? ഭഗവത് ഭക്തന്മാരുടെയും ഭഗവാന്റെയും ഭക്തരുടെയും പ്രീതിക്കായി 1000 വത്സരം നീണ്ടു നിൽക്കുന്ന മഹത് യജ്ഞം ചെയ്യാൻ അവർ സമ്മേളിച്ചു. ഈ സമ്മേളനം നമ്മളും നടത്തേണ്ടതാണ്. അതിന് 2 കാരണമുണ്ട്. അവർ 1000 വർഷം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 വർഷം നടത്തണം. നമ്മൾ ഭഗവാന്റെ ദിവ്യധാമത്തിൽ ഭാരതഭൂമിയിൽ ജനിച്ചത് കൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് മറ്റുള്ളവർക്ക് വേണ്ടി, ഭാരതത്തിന് വെളിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും കൂടെ ഈ ദിവ്യ ജ്ഞാനം കൈമാറുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എവിടെയാണോ നമുക്ക് ഗുണം കിട്ടുന്നത് അവിടെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഒക്കെയാണ് നമ്മൾ ഭക്തന്മാരിപ്പോ ഒരുമിച്ച് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യാനും ക്ലാസ് എടുക്കാനും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 108 ദിവ്യ ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞു. 108 ദിവ്യക്ഷേത്രത്തിന് വേറെ ദിവ്യമാവുന്നത് അതായത് 12,000 സാളഗ്രാമം കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. 18,000 സാളഗ്രാമം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആദികേശ്വര പെരുമാൾ ടെമ്പിൾ എന്ന് പറയും. അപ്പൊ 4 or 5 സാളഗ്രാമത്തിനേക്കാൾ കൂടുതലുള്ള സാളഗ്രാമം കൊണ്ടാണ് അവിടുത്തെ ഡയറ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദിവ്യക്ഷേത്രം എന്ന് പറയും എന്നും കൂടെ ഒരു വർണ്ണനയാണ്. അങ്ങനെ ആകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 12,000 സാളഗ്രാമം കൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ദിവ്യത നിറഞ്ഞ ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ ഒന്ന് ഓർക്കുക. ഇനി 108 ദിവ്യക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞതിൽ 2 ഒഴിച്ച് ബാക്കിയെല്ലാം ഭൂമിയിലാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 3 പ്രധാനപ്പെട്ട കടികാക്ഷേത്രമുണ്ട്. കടികാക്ഷേത്രം എന്ന് പറഞ്ഞാൽ 108 ദിവ്യക്ഷേത്രങ്ങളിൽ പ്രധാനമായും വെറും 3 ക്ഷേത്രത്തിനെ കടികാക്ഷേത്രം എന്ന് പറയാറുണ്ട്. കടികാക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകത എന്തെന്നാൽ 24 നിമിഷം ആ കടികാക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ എന്ത് ഭഗവാനോട് ചോദിച്ചാലും അത് ഉടനെ ഭഗവാൻ സാങ്ഷനാക്കി തരുമെന്നാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹ സംതൃപ്തി നടത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് കടികാക്ഷേത്രം. ഈ കടികാക്ഷേത്രത്തിൽ പോയി 24 മിനിറ്റിന് ശേഷം നമ്മൾ ഭഗവാനോട് എന്തെങ്കിലും ആഗ്രഹം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഉടനെ ഭഗവാൻ നടത്തിത്തരും എന്നുള്ള ഒരു പ്രത്യേകത കടികാക്ഷേത്രങ്ങൾക്കുണ്ട്. അപ്പം സ്ഥലത്തിന് അതിൻ്റെതായ മഹിമ ഉണ്ട്. അങ്ങനെ ഉള്ള ഈ കടികാക്ഷേത്രം 3 ഏത് എന്ന് ചോദിച്ചാൽ ആ 3 നരസിംഹ ക്ഷേത്രമാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നരസിംഹ ജയന്തി ആഘോഷിച്ചു. അപ്പൊ ആ നരസിംഹ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് നരസിംഹ ലീല ഒന്ന് പറയണമെന്ന ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കടികാക്ഷേത്ര വർണ്ണന ഞാൻ നിർവഹിക്കുന്നത്. പൊതുവെ നരസിംഹദേവനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണ്, അലറി വിളിച്ചു, ഭഗവാന്റെ ഈ അലർച്ച കണ്ടിട്ട് ദേവന്മാര് പോലും പേടിച്ചു പോയി. അതേപോലെ തന്നെ ഹൃദയ കമലങ്ങളിൽ ഉണ്ടായിരുന്ന ലക്ഷ്മി ദേവി ഇറങ്ങി പേടിച്ച് മാറി നിന്നു എന്നൊക്കെ നമ്മൾ പറയാം. സത്യവുമാണ്. എന്നാൽ അതേ നരസിംഹദേവൻ എപ്പോഴാണോ പ്രഹ്ലാദനെ കണ്ടത് അപ്പൊ വളരെ ശാന്തനാവുകയും ചെയ്തു. അപ്പൊ എത്രത്തോളം നരസിംഹദേവൻ ഉഗ്ര കോപിയും ഉഗ്ര ദേശക്കാരനൊക്കെ ആണോ അതേപോലെ തന്നെ നരസിംഹദേവൻ വളരെ കരുണാമയനും ആശുതോഷുമാണ്. ആശുതോഷം എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയുമാണ്. നമ്മുടെ ഒരു ഭക്തന്റെ പേര് ആശുതോഷ് ദാസ് എന്നാണ്. ക്ഷിപ്രകോപിയുമാണ്, ക്ഷിപ്രപ്രസാദിയും. അദ്ദേഹത്തിന് ആ പേര് വെച്ച ഗുരുമഹാരാജാവിന് അദ്ദേഹത്തിന്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു. നല്ല സ്നേഹമുള്ള ഭക്തനുമാണ്, പെട്ടെന്ന് ദേശക്കാരൻ. അതേ ആ പേരിന്റെ അർത്ഥം തന്നെ ക്ഷിപ്രപ്രസാദി, ക്ഷിപ്രകോപി എന്നാണ്. അപ്പൊ ക്ഷിപ്രപ്രസാദി ആശുതോഷ് പെട്ടെന്ന് അദ്ദേഹം സ്നേഹത്തോടെ ഇറങ്ങി വരികയും ചെയ്യും. ക്ഷിപ്രപ്രസാദിയും. അപ്പൊ ഈ 3 കടികാക്ഷേത്രത്തിലെയും മെയിൻ ഡൈറ്റി എന്ന് പറയുന്നത് നരസിംഹ മൂർത്തിയാണ്. അത് 3 1 വളരെ സന്തോഷം കേരളത്തിലുള്ളതാണ്. അതിന്റെ പേര് തൃക്കൊടിത്താനം എന്ന് പറഞ്ഞ സ്ഥലം. തൃക്കൊടിത്താനം എന്ന് ചങ്ങനാശ്ശേരി ഭാഗത്ത് പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് പറഞ്ഞ് പഞ്ചപാണ്ഡവർ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങളുണ്ട്.
അതിൽ ഒന്ന് സഹദേവൻ നിർമ്മിച്ച തൃക്കുടിതാനം എന്ന് പറയുന്ന ഈ ക്ഷേത്രം കടികാ ക്ഷേത്രത്തിൽ ആകെ ഈ ഭൂമുഖത്ത് ഉള്ള 3 ഒന്ന്. അത് ഭക്തന്മാർക്ക് എത്ര പേർക്ക് അറിയാം? അറിയാമോ ആർക്കെങ്കിലും? ചോദ്യം. ഈ വിവരം പുതിയ വിവരമാണ്. ശരി, ആരും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ജോഷി മഠ്. ജോഷി മഠ് എന്ന് പറയുന്നത് ബദരി നാരായണ ക്ഷേത്രം. ഹിമാലയത്തിൽ പോകുന്ന വഴിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ജോഷി മഠ്. ഫോർച്ചുനേറ്റ്ലി വർഷങ്ങൾക്ക് മുമ്പ്, കല്യാണത്തിന് മുമ്പ്, ഞാനും നമ്മുടെ പ്രിയ ഗോഡ് ബ്രദർ ഹിസ് ഗ്രേസ് പതിതവാൻ ദാസ് പ്രഭുവും കൂടെ ജോഷി മഠിൽ പോകാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മചാരി ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാലത്ത് നമുക്ക് ജോഷി മഠിൽ അടക്കം പോകാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. ജോഷി മഠിലുള്ള നരസിംഹ ക്ഷേത്രമാണ് മറ്റൊരു കടികാക്ഷേത്രം. മറ്റൊരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനം തമിഴ്നാട്ടിലുള്ള ഒരു നരസിംഹ ക്ഷേത്രമാണ്. അത് സൊളിൻഗൂർ എന്നുള്ള സ്ഥലത്ത് തൃക്കോട്ടിക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു മലമുകളിലുള്ള മറ്റൊരു നരസിംഹ ക്ഷേത്രമാണ് മറ്റൊരു കടികാക്ഷേത്രം. അവിടെ 1300 സ്റ്റെപ്പ് കയറിയാണ് ആ ക്ഷേത്രത്തിൽ പോവേണ്ടത്. വളരെ മനോഹരമായ ക്ഷേത്രമാണ്. ഹിസ് ഗ്രേസ് നമ്മുടെ സുന്ദർ നിത്യാനന്ദ പ്രഭു കുറെ ഭക്തന്മാരുമായിട്ടൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കടികാ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 24 നിമിഷത്തിന് മുകളിൽ നമ്മൾ അവിടെ ചെലവാക്കുകയാണെങ്കിൽ അവിടെ ഭഗവാനോട് എന്ത് ആഗ്രഹം ചോദിച്ചാലും അദ്ദേഹം സാങ്ഷനാക്കി തരും എന്നുള്ള ഒരു പ്രത്യേകത ഈ കടികാ ക്ഷേത്രത്തിലുണ്ട്. 108 ദിവ്യക്ഷേത്രത്തിൽ ആകെ 3 ക്ഷേത്രമേ ഉള്ളൂ. അതിൽ 3 ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന് കേരളത്തിൽ, ഒന്ന് തമിഴ്നാട്ടിൽ, ഒന്ന് ഹിമാലയത്തിൽ പോകുമ്പോൾ ബദ്രിനാശ്രമത്തിന് ജംഗ്ഷനിൽ ഉള്ള ജോഷി മഠ്. ഇതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ മഹനീയത ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സുഖദേവ ഗോസ്വാമി ശൗനക ഋഷിവര്യന്മാർക്ക് വേണ്ടി സൂത ഗോസ്വാമി പറഞ്ഞ ഭാഗവതം പറയാൻ വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലമാകുന്ന നൈമിഷാരണ്യം എന്ന് പറയുന്നത് ദിവ്യതത്വം ഉള്ള ഒരു വലിയ ഒരു സ്ഥലം തന്നെയാണ്, ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ജോഷി മഠം ബദരികാശ്രമം അടക്കമുള്ള സ്ഥലത്ത് നമ്മുടെ ഹിസ് ഗ്രേസ് നട്വർ കൃഷ്ണദാസ് പ്രഭുവും കുറെ ഭക്തജനങ്ങളും ഇപ്പോൾ പോയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ ഭാഗ്യം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീമദ് ഭാഗവതം നമ്മൾ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും മഹനീയമായ സ്ഥലത്ത് നിന്നും നമ്മൾ ശ്രീമദ് ഭാഗവതം ബ്രോഡ്കാസ്റ്റ് ചെയ്ത ശൗനക ഋഷിവര്യന്മാര് സൂത ഗോസ്വാമിയെയും പരീക്ഷിത് മഹാരാജാവിനെയും പിൻപറ്റി നമ്മൾ ഓരോരുത്തരും ലോകത്ത് എവിടെ ആയിരുന്നെങ്കിലും നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കേണ്ടതാണ്. ഇത്രയും ഇങ്ങനെയുള്ള ദിവ്യമായ സ്ഥലത്ത് നിന്നും ഭാഗവതം ചർച്ച ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും എന്നുള്ളത് സത്യമാണ്. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഭാഗവതം പഠനവും ഹരിയുടെ തിരുനാമ സങ്കീർത്തനവുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം. ഏറ്റവും നല്ല ദിവ്യ സ്ഥലങ്ങളിൽ പോയി ഇത് ചെയ്താൽ അതിന്റെ ഫലം കൂടും എന്നുള്ളത് സത്യമാണ്. എങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തി എന്തെന്ന് ചോദിച്ചാൽ ഹരിയുടെ തിരുനാമ സങ്കീർത്തനവും ശ്രീമദ് ഭാഗവത പഠനവുമാണ്. അപ്പൊ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് എവിടെയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഭഗവാന്റെയും ഭക്തന്മാരുടെയും പ്രീതിക്ക് വേണ്ടി ഹരിനാമ സങ്കീർത്തനവും ശ്രീമദ് ഭാഗവത പഠനവും നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ മൊത്തം 12 കാൻഡോ ആണ് ഉള്ളത്. ആ കാൻഡോയിൽ നമുക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ആദ്യത്തെ 1ാമത്തെ കാൻഡോയിൽ എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ 1ാം സ്കന്ധത്തിനെ നമുക്ക് 3ആയി തിരിക്കാം. അതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സൂത ഗോസ്വാമി ശൗനക ഋഷിമാരുടെ ചോദ്യങ്ങൾക്ക് നൈമിഷാരണ്യത്തിൽ വച്ച് 6 ചോദ്യത്തിന് 6 ഉത്തരം നൽകുന്നു എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയും. ആ വിഷയങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ 1ാമത്തെ സ്കന്ധത്തിൽ 1ാം അധ്യായം മുതൽ 3ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ശൗനക ഋഷിവര്യന്മാർ ചോദിച്ച 6 ചോദ്യങ്ങളും അതിന് സൂത ഗോസ്വാമി ഉത്തരം പറഞ്ഞ 6 ഉത്തരങ്ങളും എന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഫസ്റ്റ് സ്കന്ധത്തിൽ 1ാം സ്കന്ധത്തിൽ പറയും.
രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിൽ പറയുന്നത്. അത് ശ്രീമദ് ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകം മുതൽ 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം വരെ ഹിസ്റ്ററി ഓഫ് ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നു എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധം പരിശോധിക്കുമ്പോൾ 2-ാമത്തെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. ഇനി ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 3-ാമത്തെ ഭാഗം എന്തിനെ കുറിച്ചാണ് പറയുന്നു എന്ന് നോക്കുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹം സുഖദേവ ഗോസ്വാമിയെ സന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ ഭാഗമായ കാര്യങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത്. അത് ശ്രീമദ് ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽ ഏറ്റവും അവസാനത്തെ അധ്യായമായ 19-ാം അധ്യായം മുഴുവനും ഈ വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പ്രഥമ സ്കന്ധത്തിൽ പ്രധാനമായും 3 വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുന്ദരാമയി മഹാസുദർശൻ ചക്രം കി ജയ്. അതിൽ ഒന്ന്, ആദ്യത്തെ ഭാഗത്തിൽ സുഖദേവ ഗോസ്വാമി ശൗനക ഋഷിവര്യന്മാരോട് പറയുന്ന 6 ചോദ്യം 6 ഉത്തരം. 2 ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രം. 3 പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനം, പ്രവർത്തനം, സുഖദേവ ഗോസ്വാമിയെ സന്ധിക്കുന്ന വിഷയം. ഇങ്ങനെ 3 ഭാഗമായി നമുക്ക് മൊത്തം ഫസ്റ്റ് സ്കന്ധയെ തിരിക്കാം. ഇനി നമ്മൾ ആദ്യത്തെ ഭാഗമായ ശൗനക ഋഷിവര്യന്മാർ ചോദിക്കുന്ന 6 ചോദ്യവും സൂത ഗോസ്വാമി പറയുന്ന 6 ഉത്തരവും അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ 3 അധ്യായവും ആ വിഷയത്തിനെ കുറിച്ച് തന്നെ. അതിൽ തന്നെ 1-ാം അധ്യായം അതിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഭാഗത്തിനെ നമുക്ക് മൊത്തം 4ആയി തിരിക്കാം. അതില് ഒന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കപ്പെട്ട ആദ്യത്തെ 3 ശ്ലോകങ്ങൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ആദ്യത്തെ ശ്ലോകത്തിൽ ഒന്നൊന്നായിട്ട് പറയാം. അങ്ങനെ ശ്രീമദ് ഭാഗവത മഹിമയെ പറയുന്ന ആദ്യത്തെ 3 ശ്ലോകങ്ങൾ, പിന്നെ ഭക്തി എന്താണ് എന്ന് ചോദിക്കുന്ന 2-ാമത്തെ കാര്യങ്ങൾ, 3 ഭഗവാന്റെ ആവിർഭാവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ഭാഗം, ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും പാദസ്പർശം എടുത്തു മാറ്റിയതിനു ശേഷം നമ്മൾ ആരെ അഭയം പ്രാപിക്കണം എന്നതിനെ കുറിച്ചുള്ള മറ്റൊരു ഭാഗം. എന്നിങ്ങനെ 6 ചോദ്യത്തിൽ തന്നെ പ്രധാനമായും 3 കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്തിൽ വർണ്ണിക്കുന്നത്. 1 ശ്രീമദ് ഭാഗവതത്തിന്റെ ഇൻട്രൊഡക്ഷൻ, 2 ഭക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, 3 ഭഗവാൻ അവതരിക്കുന്നതിനെ കുറിച്ച്, പിന്നെ ഭഗവാൻ പാദസ്പർശനം എടുത്തു മാറ്റിയതിനു ശേഷം നമ്മൾ ധർമ്മത്തിനെ അഭയം പ്രാപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ പാട്ടിലുള്ള പ്രധാനമായിട്ടുള്ള 4 വിഷയം. ഇനി ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ 3 ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 1:1:1 ഈ ശ്ലോകത്തിൽ, ആദ്യത്തെ 1:1:1 ശ്ലോകത്തിൽ പരമസത്യത്തിന്റെ നിർവചനത്തിനെ കുറിച്ച് പറയും. പരമസത്യത്തിന്റെ നിർവചനത്തിനെ കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 2-ാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറീസിനെ കുറിച്ചാണ്. ശ്രീമദ് ഭാഗവതത്തിനെ പുകഴ്ത്തുകയാണ് 2-ാമത്തെ ശ്ലോകം 1-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ സ്വാദ് നുകരാൻ വേണ്ടി ഈ ലോക ജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം. ഇവ 3ഉം കൂടെ ചേരുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 4-ാമത്തെ ശ്ലോകത്തിലാണ്. ഈ 4-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, 4-ാമത്തെ ശ്ലോകം മുതൽ ഒന്നുകൂടി വ്യത്യസ്തമായി പറയുകയാണെങ്കിൽ, സേജസ് ഗ്ലോറിഫൈ സൂത ഗോസ്വാമി. സൂത ഗോസ്വാമിയെ അവിടെ കൂടിയിരിക്കുന്ന ശൗനക ഋഷിവര്യന്മാർ പുകഴ്ത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 4-ാമത്തെ ശ്ലോകം മുതൽ 8-ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ ശൗനക ഋഷിവര്യന്മാർ സൂത ഗോസ്വാമിയുടെ മഹിമകളെ കുറിച്ച് വാഴ്ത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം 8-ാം ശ്ലോകം കഴിഞ്ഞ് 9-ാം ശ്ലോകം മുതൽ 23-ാം ശ്ലോകം വരെ കലിയുഗത്തിലെ ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ചും 6 ചോദ്യങ്ങളെ കുറിച്ചും
അവർക്ക് ഇത് കേൾക്കാനുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെയാണ് 9-ാമത്തെ അധ്യായം മുതൽ 9-ാമത്തെ ശ്ലോകം മുതൽ 23-ാമത്തെ ശ്ലോകം വരെയുള്ള കാര്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ പേര് ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്ന്. അപ്പൊ 1-ാം അധ്യായത്തിനെ 3ആയി തിരിക്കാം. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമയെക്കുറിച്ച് ആദ്യത്തെ 3 ശ്ലോകങ്ങൾ പറയുന്നു. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ ശൗനക ഋഷിമാര് ശൂതഗോസ്വാമിയെ പുകഴ്ത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 9 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ കലിയുഗത്തിലെ ജനങ്ങളെക്കുറിച്ചും അവർ ചോദിക്കുന്ന 6 ചോദ്യങ്ങളെക്കുറിച്ചും ആ ചോദ്യത്തിന് ഉത്തരം കേൾക്കാൻ അവർ എത്രത്തോളം ജിജ്ഞാസുക്കളാണ് എന്നതിനെ കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൽ നമ്മൾ 1-ാമത്തെ പാർട്ടായ ഭഗവാന്റെ കുറിച്ചുള്ള നിർവചനത്തിനെ കുറിച്ചും ശ്രീമദ് ഭാഗവത മഹിമകളെ കുറിച്ചും ഈ ലോകത്തിൽ എല്ലാവരെയും ശ്രീമദ് ഭാഗവതം പഠിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന വിഷയങ്ങളെ കുറിച്ചും ആദ്യത്തെ 1, 2, 3 ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നല്ല മനോഹരമായ ക്ലാസ്സുകളാണ് ഇവിടുത്തെ ഭക്തന്മാരും ഇതിനെക്കുറിച്ച് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വിഷയമായ ശൗനക ഋഷിവര്യന്മാര് സൂതഗോസ്വാമിയെ പുകഴ്ത്തുന്ന വിഷയത്തിൽ എത്തുന്നത്. അതിൽ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അതായത് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്, 1000 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം ചെയ്യുവാൻ വേണ്ടി ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നൈമിഷാരണം എന്നുള്ള സ്ഥലത്ത് ഋഷിവര്യന്മാർ ഒരുമിച്ച് കൂടി എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാളെ മുതലുള്ള ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ സേജുകൾ സൂതഗോസ്വാമിക്ക് നല്ലൊരു വ്യാസാസനം കൊടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനുശേഷമുള്ള ശ്ലോകങ്ങളിൽ കലിയുഗത്തിന്റെ ആ കുറിച്ചും ഈഗർനെസ് ടു ഹിയർ 6 questions എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി സമയമായി. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മേ ബി യു വിൽ നോ ഈ യജ്ഞം എന്തായിരുന്നു. ഈ യജ്ഞം ആദ്യമേ സൂതഗോസ്വാമി ആയിട്ട് ചർച്ച അതായിരുന്നു ആ യജ്ഞം, അതോ ഫയർ സാക്രിഫൈസ് നടത്തുകയായിരുന്നു? ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദാറ്റ് സാക്രിഫൈസ് സൂതഗോസ്വാമി വന്നതാണോ? അതായത് അവര് ഒരു മാനവരുടെ ഗുണത്തിന് വേണ്ടിയും കൃഷ്ണന്റെ വിഷ്ണുവിന്റെ പ്രീതിക്കുമായി ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അത് യജ്ഞം എന്താണ് എന്നുള്ളതിന്റെ ഡിസ്കഷൻ, ഒരു ചർച്ച, ഒരുമിച്ച് കൂടൽ, ഇവയൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. അത് അല്ലാതെ ഒരു പ്രത്യേക ഒരു യജ്ഞം എന്നുള്ള രീതിയിൽ ഒരു ഫയർ സാക്രിഫൈസോ അങ്ങനെ അല്ല. പകരം അവിടെ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ കൊണ്ട് അതിന്റെ യജ്ഞത്തിന് അത് നിർദ്ദേശങ്ങൾ ചോദിക്കുകയും അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മൾ 1000 വർഷം ഒരുമിച്ച് അത് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ അത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് ഒരു അവിടെ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ആചാര്യനായ സൂതഗോസ്വാമിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവര് ചെയ്ത പരിപാടി എങ്ങനെയെന്ന് വെച്ചാല് അടുത്ത 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാത കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സൂതഗോസ്വാമിക്ക് ബഹുമാന്യമായ ഇരിപ്പിടങ്ങൾ നൽകിക്കൊണ്ട് ശ്രേഷ്ഠമായ ഋഷിമാർ അത്യാദരവോടെ താഴെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അതീവ താല്പര്യത്തോടെ ആരാഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആരാഞ്ഞു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാല് അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിക്കാമെന്നാണ്. അല്ലാതെ ഇന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങ് വന്ന് ഇത് ചെയ്തു തരണം എന്ന് അവർ അത് അങ്ങോട്ട് ആവശ്യപ്പെടുക അല്ല ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങ് പറയൂ, നമുക്ക് ഒരുമിച്ച് 1000 വർഷം ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ മൂഢത. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് പ്രഭാത കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാത കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം എന്നാണ്. എന്ന് വെച്ചാൽ അതാത് യുഗധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി അവര് രാവിലെ തന്നെയുള്ള സമയം പ്രയോജനപ്പെടുത്തുകയും അതിനുശേഷം
ശ്രീമദ് ഭാഗവത ചർച്ചയ്ക്ക് വേണ്ടി അവർ തയ്യാറാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കിയത്. സത്യയുഗത്തില് വിഷ്ണു ധ്യാനം ആയിരുന്നു യുഗധർമ്മം. ത്രേതായുഗത്തില് ആണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. ദ്വാപാര യുഗത്തിൽ ക്ഷേത്രാരാധന വിഗ്രഹാരാധനയാണ് അന്നത്തെ യുഗധർമ്മം. എന്നിട്ട് അവര് ആ യുഗധർമ്മത്തിനുള്ള പ്രഭാത കർമ്മങ്ങള് അവര് ചെയ്യേണ്ടത് അതാത് സ്ഥലകാലം അനുസരിച്ച് ചെയ്തിട്ട് പിന്നെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ചർച്ച ചെയ്യാനാണ്. ശ്രീമദ് ഭാഗവത ചർച്ചയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇവിടെ ശ്രീമദ് ഭാഗവതം ക്ലാസ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 8 മണിക്ക് മുമ്പ് നമ്മളും പ്രഭാത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. ഈ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുളിയും നല്ല ഡ്രസ്സ് ഇടലും അല്ല. അത് ഉദ്ദേശിക്കുന്നത് യുഗധർമ്മം അനുഷ്ഠിക്കലാണ്. അപ്പൊ അതാത് യുഗധർമ്മം എന്താണോ അത് അനുഷ്ഠിച്ചതിന് ശേഷം ശ്രീമദ് ഭാഗവത ചർച്ചയും കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ യുഗധർമ്മം പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അനുഷ്ഠിക്കുകയും ഒരുമിച്ച് കൂടുമ്പോൾ ശ്രീമദ് ഭാഗവത ചർച്ചകൾ ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ മാതാജി? താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, രണ്ടാമത്തെ തമിഴ്നാട്ടിലെ നരസിംഹസ്വാമി ക്ഷേത്രം ഏതായിരുന്നു? കേൾക്കാനില്ലായിരുന്നു ക്ലിയർ ആയിട്ട്. രണ്ടാമത്തത് ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് തൃക്കൊടിത്താനം അല്ലെ, നമുക്കറിയാം. രണ്ടാമത്തത് നമ്മൾ ഒരുമിച്ച് പോയ ജോഷി മഠ്, ഓർമ്മയില്ലേ? പതിനാം പ്രഭു ഞാനും കൂടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ റോയൽ ടൈം ഉണ്ടായിരുന്നു, ബ്രഹ്മചാര്യം. ആ സമയത്ത് നമ്മൾ ഒരു ഫ്ലൈറ്റ് ഓഫർ സ്കീമിൽ നമുക്കൊരു എയർടെല്ലിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ഓഫർ സ്കീം കിട്ടി. അപ്പൊ ഞാന് പതിതാം പ്രഭു, സത്യവ്രത പ്രഭു ഇവരെയും കൂടെ ചേർന്ന് നമ്മൾ നേരെ ബദരി ആശ്രമം കാണാൻ വേണ്ടി ഹിമാലയം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് ഇവിടെ ഡൽഹിയിൽ തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് ഇറങ്ങി ഡൽഹിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബദരി ആശ്രമം പോകുന്നതിന്റെ വഴിക്ക് ഉള്ള ഈ ജോഷി മഠ് എന്നുള്ള ഈ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ ഈ മനോഹരമായ ഈ കടുക ക്ഷേത്രം നരസിംഹദേവന്റെ നമ്മൾ കാണുകയും ചെയ്തു. മൂന്നാമത്തത് ഞാൻ പറയട്ടെ, സോളിങ്കൂർ എന്നുള്ള സ്ഥലത്ത് തമിഴ്നാടില് തിരുക്കൊട്ടിക്കൈ എന്നുള്ള സ്ഥലത്തുള്ള മലമുകളിലുള്ള മറ്റൊരു നരസിംഹ ക്ഷേത്രം. അത് 1300 സ്റ്റെപ്പുകളുള്ള മനോഹരമായ മറ്റൊരു ക്ഷേത്രം. ഓക്കെ അല്ലേ? ഒന്ന് കേരളത്തിൽ തന്നെ ഉണ്ട്, ഒന്ന് പഞ്ചപാണ്ഡവരിൽ ഒരാളായ സഹദേവൻ നിർമ്മിച്ച തൃക്കൊടിത്താനം എന്നുള്ളൊരു ക്ഷേത്രം. കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഭക്തന്മാര് അവിടെ ഒരു യാത്ര പോയി. ഭഗവാന്റെ കൃപയിൽ എനിക്കും പോകാനുള്ള ഭാഗ്യം കിട്ടി. അവിടെ ഒരു മനോഹരമായ ക്ലാസ് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദർ പ്രഭു ഈ കൊടിക ക്ഷേത്രത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയുണ്ടായി. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ശ്രീ ജഗന്നാഥ ദർശനം എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഒരു ചെറിയ സംശയം ചോദിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മൾ ഈ ധാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകൾ അടിയ സ്ഥലല്ലേ? ധാമം എന്ന് പറയുന്നത് കേൾക്കണില്ലേ പ്രഭുജി? ധാമം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരം ഉണ്ടായ സ്ഥലത്തിനെയാണ് ധാമം എന്ന് പറയുന്നത്. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇനി ഇന്റർനെറ്റിന്റെ ആണോന്ന് ഹരേ അറിയില്ല. കൃഷ്ണ. കേൾക്കാം? എന്റെ ആണോന്ന് എനിക്ക് അറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾ ഒന്ന് സംസാരിക്കാമോ? ഇത് കേൾക്കാമോ ഞാൻ പറയുന്നത്? താങ്ക് യു. ഭഗവാന്റെ ദിവ്യധാമം എന്നൊക്കെ പറയുന്നത്, ധാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ആവിർഭവിച്ച സ്ഥലമാണ്. ഭഗവാന്റെ ദിവ്യ ലീലകൾ നടന്ന സ്ഥലമാണ്. മധുര ഒരു ധാമമാണ്. വൃന്ദാവൻ ധാമിന്റെ പേര് തന്നെ ധാമം എന്നാണ്. ജഗന്നാഥപുരി ധാം എന്ന് പറയുന്നത് ഒരു ധാമമാണ്. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭവിച്ച സ്ഥലം മായാപൂർ നവദീപ് ധാം കി ജയ്, അതും ഒരു ധാമമാണ്. അങ്ങനെ ഭഗവാന്റെ ദിവ്യ ലീലകൾ, ഭഗവാന്റെ ആവിർഭാവം നടന്ന സ്ഥലമാണ്
ധാമം എന്നറിയപ്പെടുന്നത്. അയോധ്യ ഒരു ധാമമാണ്. ശ്രീ രാമചന്ദ്ര ഭഗവാൻ ആവിർഭവിച്ച സ്ഥലമാണ്. അപ്പൊ ഇതെല്ലാം ധാമമാണ്. അതിന് പ്രത്യേകിച്ച് ഇനി ക്ഷേത്രമൊന്നും ഇല്ലെങ്കിലും വെറും സ്ഥലമാണെങ്കിലും അത് ധാമം, ഭഗവാന്റെ പ്രസൻസ് ഉള്ള സ്ഥലം തന്നെ. ക്ലിയർ ആണോ മാജി? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം. അതെ, അല്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രഭുജി പറഞ്ഞപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലായത്. ക്ഷേത്രങ്ങള് ധാമങ്ങള് എന്നൊക്കെ പറഞ്ഞില്ലേ. അല്ലാണ്ട് ഇപ്പൊ നമ്മളെല്ലാം ധാമം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ജഗസായി പ്രഭു ഈ വിഷയത്തിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ക്ലാസ് ഒരു ലെക്ചറിൽ എടുത്തിട്ടുണ്ട്. അതില് നമുക്ക് ഇതെല്ലാം നോക്കിക്കോളാം. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നമുക്ക് ഗുരുവായൂർ ധാമെന്ന് പറയൂ. എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിന് ധാമെന്ന് പറയൂ. ധാമമല്ല, എന്നാല് ധാമത്തിനേക്കാൾ മുകളിലാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തില് ഉള്ള വിഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു മനുഷ്യൻ സ്ഥാപിച്ചതല്ല. അതിനു ഉപരി പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും പൂജിച്ചിരുന്ന വിഗ്രഹം എന്നാണ് പറയുന്നത്. ആ വിഗ്രഹമാണ് കാലക്രമേണ കേരളത്തിൽ ഗുരുവായൂരിൽ വായുവും ബൃഹസ്പതിയും ഒരുമിച്ച് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ആ വിഗ്രഹത്തിന്റെ പഴക്കം നോക്കുമ്പോൾ അത് സത്യയുഗം മുതലുള്ള വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ ധാമത്തിനും ഉപരിയാണ് ആ വിഗ്രഹ ദർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ മഹിമകളെ കുറിച്ച് ഹിസ് ഗ്രേറ്റ് ജഗത്സാക്ഷി പ്രഭു ഒരു ഉഗ്രം ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ വിഷയങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയും. ജനമേജയൻ സർപ്പയാഗം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുഷ്ഠരോഗം പിടിപെട്ടു. ആ കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള ഉപായം ആരാഞ്ഞപ്പോൾ ഭക്തന്മാർ പറഞ്ഞു, ഗുരുവായൂരിൽ വന്ന് ഭജനം ഇരിക്കുകയാണെങ്കിൽ നിന്റെ കുഷ്ഠരോഗം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനമേജയൻ ആ കാലത്ത് ഈ ഗുരുവായൂർ ഡൈറ്റി ദർശനം ചെയ്ത് അവിടെ ഭജനമിരുന്നാണ് അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മാറി എന്ന് പറയും. അപ്പൊ ആ ഡൈറ്റീസ് എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് പഴക്കമല്ല, ഒരു യുഗ പഴക്കമല്ല, ചതുർയുഗത്തിന് മുകളിൽ പഴക്കമുള്ള വിഗ്രഹമാണ് ഗുരുവായൂർ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം. അത് ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് തന്നെ ഉള്ള വിഗ്രഹമാണ്. അപ്പൊ അതിന്റെ ഒരു മനോഹരമായ കഥ ഇനിയുള്ള ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഗുരുവായൂർ എന്ന് പറയുന്നത് ധാമത്തിന് മുകളിൽ എന്നാണ് പറയുന്നത്. എന്നാൽ 108 ദിവ്യക്ഷേത്രത്തിൽ ഗുരുവായൂരിന്റെ പേരില്ല. ധാമങ്ങളുടെ ലിസ്റ്റിലും ഗുരുവായൂരിന്റെ പേരില്ല. എന്നാൽ ഗുരുവായൂരിന്റെ സ്ഥാനം അതുക്ക് മുകളിൽ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ദർശനമെടുക്കാം. ശ്രീ രാധാ നീലമ സത്സംഗത്തിലെ ജഗന്നാഥ ഡൈറ്റീസ് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. श्री श्री जगन्नाथ बलदेव सुंदरामई महाचक्रम की जय। श्री जगन्नाथ स्वामी की जय। सुरक्षामई सुभद्रामई की जय। श्री श्री बलदेव स्वामी की जय। श्री श्री गौरंदा जी की जय। श्री श्री नरसिंहदेव भगवान की जय। श्री तुलसी महारानी की जय। श्री श्री पंचतत्व की जय। श्री श्री षट गोस्वामी प्रभु की जय। श्री श्री ब्रह्म मध्य गौड़ी वैष्णव श्रीला प्रभुपाद की जय। Savior of the whole world, Srila Prabhupada ki jai. Param Guru Srila Prabhupada ki jai. Vallabhan Srila Prabhupada ki jai. Gaur